ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിതാ ഞങ്ങളിത് അമ്പലത്തിൽ പോകട്ടെ. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വ്ളോഗാണ് കേട്ടോ, ഞായറാഴ്ചത്തെ ഒരു വ്ളോഗാണ്. അപ്പോൾ മോൻ്റെ പിറന്നാളായിട്ട് ഞങ്ങളിതാ ശിവൻ്റെ അമ്പലത്തിലേക്ക് തൊഴുകാൻ വരും കേട്ടോ. അപ്പോൾ പകുതി വണ്ടിയിലായിട്ട് വണ്ടി അവിടെ വെച്ച ശേഷം ഞങ്ങളിതാ നടന്ന് വന്നിട്ട് ഇവിടെ ചെരുപ്പൊക്കെ ഊരിയിട്ട് ഇതാ അമ്പലത്തിലേക്ക് കയറുകയാണ് കേട്ടോ. അപ്പോൾ പുറമേ ഒന്ന് വലം വെച്ച ശേഷം ഉള്ളിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം അവിടുത്തെ വഴിപാടൊക്കെ കഴിച്ച ശേഷം വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞങ്ങൾ പോയിട്ട് വീട്ടിലേക്കൊന്ന് കയറിയിട്ട് പിന്നെ വേറെ അമ്പലത്തിൽ കൂടി പോകണം. വേട്ടയ്ക്ക് വരുമ്പോൾ അമ്പലത്തിൽ കൂടി പോകണ്ട, അയ്യപ്പൻ്റെ അമ്പലം കേട്ടോ. അപ്പോൾ അവിടെയും കൂടി തൊഴുതിട്ട് വേണം വരാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒന്ന് വലം വെച്ചിട്ടൊക്കെ ഒന്ന് അമ്പലത്തിൽ കയറി തൊഴുകട്ടെ കേട്ടോ. അങ്ങനെ ഇതാ അമ്പലത്തിലൊക്കെ പോയി വന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ നെയ്തിയാണിട്ടത്, ശർക്കര പായസമാണ്. പിന്നെ അതിന് ശേഷം എന്താ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഇഡലി ഉണ്ടാക്കാമെന്ന് കേട്ടോ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറും ഉള്ളിച്ചട്നിയാണ് കേട്ടോ. പിന്നെ ഇതാ അങ്ങനെ ഇതാ ഉച്ചയാകുമ്പോഴത്തേക്കുള്ള സദ്യക്കുള്ള നമ്മളിതാ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ. ഇതാ അവിയലിനുള്ള കഷ്ണങ്ങളായി. പിന്നെ അതുപോലെ തന്നെ പയറും കൊണ്ട് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ അരി കഴുകിയിടാൻ വേണ്ടിയിട്ട് അരി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സാമ്പാറിനുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ റെഡിയായി. പിന്നെ നമ്മൾ ഉള്ളി സംബന്ധിക്കുള്ള ചെറുള്ളിയും കൂടി നമ്മൾ നന്നാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് അവിയൽ വെക്കാം കേട്ടോ. അപ്പോൾ ഉച്ചയാകുമ്പോഴത്തേക്കും കൂടി ഉള്ളത് രാവിലെ നോക്കുകയാണ്. അപ്പോൾ അവിയലിനുള്ള കഷ്ണം എന്താ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മളുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മുഴുവനായിട്ടൊന്നും വീഡിയോ കാണിക്കുന്നില്ല കേട്ടോ, ഇത് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ സാമ്പാറായിട്ടുണ്ട്. അപ്പോൾ ഇത് ഉച്ചയാകുമ്പോഴത്തേക്ക് ചോറിനും പിന്നെ നമ്മളിതാ രാവിലത്തേക്ക് ഇഡ്ഡലിക്കും കൊണ്ടുള്ള സാമ്പാറാട്ടോ വെച്ചിരിക്കുന്നത്. പിന്നെ കാളൻ അത് റെഡി ആയിട്ടോ. അപ്പോൾ എന്ത് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാളൻ നേരത്തെ രാവിലെ എണീച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതാ പായസത്തിലേക്കുള്ള തേങ്ങയൊക്കെ ചിരവി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമുക്കിനി 1 പാൽ 2 പാൽ 3 പാലായിട്ടാണ് വേർതിരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പായസം വയ്ക്കാൻ പോകുന്നത് ചക്കയും പിന്നെ നമ്മൾ അരി വറുത്ത് പൊടിച്ചിട്ടുള്ളതുകൊണ്ട് ആ പൊടിയും കൂടെയുള്ള പായസമായിട്ട് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ പായസമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. പായസത്തിലേക്ക് നമ്മൾ തേങ്ങക്കൊത്ത് വറുത്തിട്ടുണ്ട് കേട്ടോ, ഏലക്കായ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പായസം റെഡി ആയിട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് പയറും കൊണ്ട് തോരൻ കേട്ടോ. പയർ ചെറുതായി അരിഞ്ഞ ശേഷം അതിലേക്ക് പച്ചമുളകും ജീരകവും ചെറുള്ളിയൊക്കെ ഇട്ട് ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതും നമ്മൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ പുളിയിഞ്ചി അച്ചാറൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം എന്താ 12 മണിയായപ്പോൾ നമ്മൾ കേക്കൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് ഇതാ കണ്ണനും പാറും കൂടി ഇതാ കേക്ക് കട്ട് ചെയ്യാൻ കേട്ടോ.
അങ്ങനെ ഇതാ കേക്ക് കട്ടിയിലും കഴിക്കലൊക്കെ കഴിഞ്ഞ ശേഷം നമ്മളിതാ സദ്യ കുട്ടികൾക്ക് വിളമ്പി കൊടുക്കുക കേട്ടോ. അപ്പോൾ വിളക്കിന് വിളമ്പിയ ശേഷം എന്താ രണ്ടാൾക്കും വിളമ്പി കൊടുത്തിട്ടുണ്ട്. അവർ രണ്ടാളും കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ എല്ലാ സാധനങ്ങളൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം സദ്യക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയ ശേഷം എന്താ മക്കളിതാ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.